ഈ 3 സ്കിൽസാണ് റൊണാൾഡോനെ ഒരു ടോപ്പ് ടയർ ഫുട്ബോളർ ആക്കിയത്. ഏതൊക്കെയാണെന്നല്ലേ നോക്കാം. ഒന്നാമത് ഡിസിപ്ലിനാണ്. റൊണാൾഡോ സ്പോർട്ടിംഗ് ലിസ്ബണിൽ ടീനേജ് പ്ലെയർ ആയിരുന്നപ്പം തന്നെ ടീംമേറ്റ്സ് പറയുന്നുണ്ട് ട്രെയിനിങ് കഴിഞ്ഞാൽ എല്ലാവരും പോവും, പക്ഷേ റൊണാൾഡോ ഗ്രൗണ്ടിൽ സ്റ്റേ ചെയ്യുന്നു. എന്തിനാ? എക്സ്ട്രാ റണ്ണിങ്, എക്സ്ട്രാ ഷൂട്ടിങ്, എക്സ്ട്രാ ജിം, അങ്ങനെ. പിന്നീട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ വന്നപ്പോഴും സർ അലക്സ് ഫെർഗ്യൂസൺ പറയുന്നുണ്ട് അവൻ ട്രെയിൻ ചെയ്യുന്നത് മാച്ചിന് വേണ്ടിയൊന്നുമല്ല, കരിയറിന് വേണ്ടിയാണെന്ന്. റിപ്പോർട്ട്സിൽ തന്നെ പറയുന്നുണ്ട് റൊണാൾഡോ 3 to 4 മണിക്കൂർ എല്ലാ ദിവസവും ട്രെയിനിങ്ങിന് വേണ്ടി മാത്രം മാറ്റി വെക്കുന്നുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഫുഡാണെങ്കിലും റിക്കവറി ആണെങ്കിലും സ്ലീപ്പ് ആണെങ്കിലും സെയിം എല്ലാം കൺട്രോൾഡാണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ അതൊരു മോട്ടിവേഷൻ അല്ല, അതൊരു സിസ്റ്റത്തിൻ്റെ ഭാഗം എന്നുള്ളതാണ്. 2 കൺസിസ്റ്റൻസിയാണ്. 2004 റൊണാൾഡോ ഒരു യങ് പ്ലെയറാണ്. 2014 ബാലൻ ഡി ഓർ വിന്നറാണ്. 2024 ടോപ്പ് ലെവൽ അത്ലീറ്റാണ്. ആൻഡ് ഇതത്ര ഈസി ഒന്നുമല്ല. ഡിഫറെൻറ്റ് ലീഗ്സ്, ഡിഫറെൻറ്റ് പ്രഷർ, ഡിഫറെൻറ്റ് കോച്ചസാണ് ഉണ്ടാവുക. നമ്മൾ ആലോചിക്കേണ്ടത് റിയൽ മാഡ്രിഡിൽ അദ്ദേഹത്തിന് ഗോൾ വേണം, ജുവൻറ്റസിൽ അത് പ്രൂവ് ചെയ്യണം, പിന്നെ നാഷണൽ ടീമിലെത്തുമ്പോൾ കൺട്രി എക്സ്പെക്ടേഷൻ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ്. കോച്ചസ് തന്നെ പറയുന്നത് റൊണാൾഡോൻ്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ആളുടെ റിപ്പീറ്റബിലിറ്റിയിലാണെന്നുള്ളതാണ്. കൺസിസ്റ്റൻ്റ് ആയി അത് ചെയ്യുക എന്നുള്ളിടത്താണ് ആളുടെ സ്ട്രെങ്ത് ഉള്ളത്. ഇവിടെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഭയങ്കര ബോറായിട്ടുള്ളൊരു പ്രോസസ്സാണ്, പക്ഷേ അതാണ് നമ്മൾ ഗ്രേറ്റ് ആക്കുന്നത്. 3 പ്രഷർ മാനേജ്മെൻ്റ് ആണ്. പ്രഷറിനെ ഫ്യൂലാക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ആളാണ് റൊണാൾഡോ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ മെസ്സി കമ്പാരിസൺ ആണെങ്കിലും ഏജ് ക്രിറ്റിസിസം ആണെങ്കിലും മിസ്ഡ് ആയിട്ടുള്ള ചാൻസ് ആണെങ്കിലും ഒക്കെ എല്ലാം ഓപ്പണായി വേൾഡ് സ്റ്റേജിൽ നിന്ന് നടക്കുക അല്ലേ. പക്ഷേ ടീംമേറ്റ്സ് എന്ന് പറയുന്നവരായിരുന്നു വെച്ചാൽ ഇതൊക്കെ നടക്കുമ്പോഴും ഇതൊക്കെ സംഭവിക്കുമ്പോഴും ഒരുപാട് ക്രിറ്റിസിസം കേൾക്കുന്ന സമയത്തും അദ്ദേഹം ഇതിനൊക്കെ ഒരു ഫ്യൂലാക്കി എടുക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ. അപ്പോൾ മെൻ്റൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞത് ഫിയർ ഇല്ലാത്തൊന്നുമല്ല, പക്ഷേ ആ ഫിയറിനെ മാനേജ് ചെയ്യുന്നിടത്താണ് മെൻ്റൽ സ്ട്രെങ്ത് ഉള്ളത്. റൊണാൾഡോ ഒരു ബോൺ ജീനിയസ് ഒന്നുമല്ല, അദ്ദേഹം ഒരു ഡെയിലി എഫേർട്ട് ജീനിയസ് ആണെന്ന് ഞാൻ പറയാം. ടാലൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു തുടക്കമാണ്, പക്ഷേ ഡിസിപ്ലിനും കൺസിസ്റ്റൻസിയും മൈൻഡ് സെറ്റുമാണ് നമ്മളെ ലെജൻഡാക്കി മാറ്റുന്നത്. സോ ഇതേപോലെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളുടെ യുണീക്കായ സ്കിൽസിനെ കുറിച്ച് അറിയാൻ യു ക്യാൻ ഫോളോ മൈ ചാനൽ.